അല്ലാഹു തആല വബറകാതുഹു. കരമന ഹയാത്തുൽ ഇസ്ലാം മദ്രസ 2026-27 പ്രവേശനാരംഭ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. ആദ്യമായി ഖിറാഅത്താണ്. അതിനുവേണ്ടി കരമന ഹയാത്തുൽ ഇസ്ലാം മദ്രസ 8ാം ക്ലാസ് വിദ്യാർത്ഥി ആദിൽ റജീബിനെ ക്ഷണിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا تعتذروا اليوم إنكم تعملون. يا أيها الذين آمنوا توبوا إلى الله توبة يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على. ഈ സദസ്സിന് സ്വാഗതം പറയുന്ന നിമിഷമാണ്. സ്നേഹത്തിൻ്റെ മധുരം കലർന്ന വാക്കുകളുമായി ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കരമന ഹയാത്തുൽ ഇസ്ലാം മദ്രസ ചെയർമാൻ സക്കീർ സാഹിബ് അവരുടെ സ്നേഹപുരസ്സരം ക്ഷണിക്കുന്നു. ഫ്രണ്ടിൽ നിന്നാൽ എന്നെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മൾ വീണ്ടും ഒരു പ്രവേശന പരിപാടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ റംസാനിൽ ഖിയാമുൽ ലൈൽ നമസ്കാരത്തിൽ ആദ്യ ദിവസം ഇവിടെ ഇമാമത്ത് നിന്ന് നമ്മളെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഇപ്പം ഹിഫ്ള് കോളേജിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ആദ്യം അബ്ദുള്ള വന്നു, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി അബ്ദുള്ള വന്നു. ആ വിദ്യാർത്ഥി വന്ന് സൂറത്ത് അൻഫാലിൻ്റെ ഭാഗങ്ങൾ ഓതി വളരെയേറെ കുളിർമയോടുകൂടി കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആബിദ് വന്നു, ആ വിദ്യാർത്ഥി വന്ന് നമ്മളെടുക്കുക റഹ്മാൻ സൂറത്ത് ഓതി. ആ റഹ്മാൻ സൂറത്ത് ഓതി അതിൻ്റെ അവസാനത്തെ ആയത്ത് നിർത്തിയപ്പോൾ ഞാൻ വിറച്ചു പോയെന്നാണ്, എന്തെന്നറിഞ്ഞില്ല, അത്രത്തോളം സന്തോഷമായിരുന്നു. നമ്മളെ വിദ്യാർത്ഥികൾ, നമ്മളെ ജമാഅത്തിൻ്റെ അംഗങ്ങളായ വിദ്യാർത്ഥികൾ ഇത്രത്തോളം പുരോഗമിച്ചു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മൾ വൈകിപ്പോയി എന്നുള്ളതാണ് യഥാർത്ഥം. നമ്മൾക്ക് പിന്നാലെ വന്ന പല ജമാഅത്തുകളും ഇതിനേക്കാൾ ഉയർന്ന രീതിയിൽ ഹിഫ്ള് കോളേജുകളും മറ്റു കോളേജുകളും ഉണ്ടാക്കിയപ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും ഒന്നും പാഠം പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇത്രയും കാലത്തെ അനുഭവം. ഇൻഷാ അല്ലാഹ് ഈ വരുമാന സമിതി വന്നതിന് ശേഷം നാമമാത്രമായ രീതിയിലെങ്കിലും ഒരു ഹിഫ്ള് കോളേജ് തുടങ്ങാൻ സാധിക്കുകയും അതിൻ്റെ പേരിൽ 2 വിദ്യാർത്ഥികൾ നമ്മൾക്ക് ഇമാമത്ത് നിൽക്കാൻ പാകപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ സന്തോഷകരമായ അവസ്ഥ. അള്ളാഹു ഈ സംരംഭത്തെ അള്ളാഹു നിലനിർത്തട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഇവിടെ 10ാം ക്ലാസ് ഉണ്ടായത്
അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 82-ൽ 10ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം 1-2 വർഷം 10ാം ക്ലാസ്സിൽ കുട്ടികളില്ലായിരുന്നു. അതിനുശേഷം ഇന്ന് വരെയുള്ള മദ്രസയിൽ 10ാം ക്ലാസ് തുടരുകയും ഈ കഴിഞ്ഞ വർഷം മുതൽ പ്ലസ് ടു ആരംഭിക്കുകയും അതിൽ +1 വിദ്യാർത്ഥി നല്ല രീതിയിൽ ആ +1 ഇവിടെ പാസ്സാകുകയും ഇൻഷാ അല്ലാഹ് ഈ വർഷം അത് +2ലേക്ക് വളരുകയും ചെയ്തു. ആ രീതിയിൽ നമ്മുടെ മദ്രസ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ മദ്രസയും ജമാഅത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദീനിയായ വളർച്ച ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മളെ ജമാഅത്തിൻ്റെ ഇതിൻ്റെ അധ്യക്ഷൻ നമ്മളെ മദ്രസ നൗഫൽ സാഹിബ് അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കി എല്ലാ ബഹുമാനരെയും അധ്യാപകരെയും സ്നേഹമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരെയും ഇമാമിന് നമ്മുടെ ഈ ജമാഅത്തിൻ്റെ കരുത്തനായ ഇമാം അദ്ദേഹത്തിൻ്റെ റമദാൻ ക്ലാസ്സുകൾ വളരെയേറെ പ്രയോജനകരമായിരുന്നു. വളരെയേറെ പ്രയോജനകരം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാത്ത പല പല കാര്യങ്ങൾ അദ്ദേഹം ഓരോ ക്ലാസ്സിലും എടുത്തു എന്നുള്ളതാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റെല്ലാ ബഹുമാനരെയും വിദ്യാർത്ഥികളെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സ്വാഗതം ചെയ്യുന്ന ഈ ധന്യമായ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി കരമന മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് MA ജലീൽ സാഹിബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചർമാർ നമുക്കുണ്ട്. ആ ടീച്ചർമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, കരമന മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതി നമ്മുടെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അതൊരു അമാനത്താണ്. ആ അമാനത്ത് കഴിഞ്ഞ 3 വർഷക്കാലം ഈ പരിപാലന സമിതിയിലെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതിനപ്പുറം നമ്മുടെ മനസ്സിൻ്റെ ആശയങ്ങൾ കുട്ടിക്കാലത്ത് വളർത്തിയെടുത്ത, നമ്മുടെ മഹലിൽ ഇതെല്ലാം ഉണ്ടാകണമെന്ന് കൊച്ചിലെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോന്ന ചില കാര്യങ്ങൾ ഈ 3 വർഷക്കാലം കൊണ്ട് നമുക്ക് മാറ്റി എടുക്കാൻ കഴിഞ്ഞു എന്നതിൽ ചാരിതാർത്ഥ്യം. അതിന് നേരത്തെ പറഞ്ഞതുപോലെ അതിന് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിയും. അതുപോലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങൾ, അത് ഈ അവസരത്തിൽ പറയാതെ പോകുന്നത് ഒരിക്കലും അതൊരു നീതിയല്ല എന്നുള്ളത് കൊണ്ട് ഞാനത് സൂചിപ്പിച്ചു പോവുകയാണ്. നമ്മുടെ 9 വിദ്യാർത്ഥികൾ ഇവിടെ കുറേ കാലങ്ങൾക്ക് ശേഷം 9 വിദ്യാർത്ഥികൾ സ്റ്റേറ്റിൻ്റെ റാങ്ക് ഇവിടെ അവരെ അനുമോദിക്കുന്നുണ്ട്. ആ 9 വിദ്യാർത്ഥികൾ ഇത് കരസ്ഥമാക്കാൻ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രചോദനമുണ്ട്. ആ പ്രചോദനം നമ്മുടെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഒക്കെ നന്നായിട്ടറിയാം, പേരൻസിനും അറിയാം. ഈ കഴിഞ്ഞ 3 വർഷക്കാലം മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് മാസാന്തര പരീക്ഷയിൽ വിജയിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അവർക്കൊരു ചെറിയ പ്രോത്സാഹന സമ്മാനം, അത് നമ്മുടെ ജമാഅത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഫണ്ട് ഉപയോഗിച്ചിട്ടോ ഒന്നുമല്ല. നമ്മുടെ ജനറൽ സെക്രട്ടറി പി ഷാഹുൽ ഹമീദ് സാഹിബ് ഇന്ന് കൊടുക്കുന്നവരെ അടക്കം അതിൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്ത് തരുന്നതായിരിക്കും, ഒരിക്കലുമല്ല. അദ്ദേഹം അതിനോട് പ്രോത്സാഹനം, അദ്ദേഹത്തിന് അതിനോട് താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ ഈ 9 വിദ്യാർത്ഥികളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞു, സ്റ്റേറ്റ് ലെവലിലേക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞു. ഇനിയും നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾ നമുക്ക് കിട്ടുന്നത്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, തുച്ഛമായ സമയങ്ങളിലാണ് ഈ പാവപ്പെട്ട നമ്മുടെ ഈ അധ്യാപകന്മാരുടെ മുന്നിലേക്ക് കിട്ടുന്നത്. തുച്ഛമായ 1 മണിക്കൂർ, ചിലർ അരമണിക്കൂർ. ഈ കിട്ടുന്ന സമയം കൊണ്ടാണ് നിങ്ങൾ ഇൽമു പഠിപ്പിച്ച് നിങ്ങളെ പ്രാപ്തരാക്കി മുന്നോട്ട്. സ്കൂളിലെ മണിക്കൂറുകളോളം പോയിരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ട്യൂഷൻ സെന്ററിൽ മണിക്കൂറുകളോളം പോയിരുന്നിട്ടും നിങ്ങളുടെ ഈ മദ്രസയിൽ നിന്ന് കിട്ടുന്ന അരമണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞതോളം 2-3 വിദ്യാർത്ഥികൾ കുറഞ്ഞ് അവസാനം 7ാം ക്ലാസ് വരെ എത്തുമ്പോഴേക്കും വിദ്യാർത്ഥികളൊക്കെ പൂർണ്ണമായി കാണാതെ ഫാത്തിഹ പഠിച്ചു, ഏതെങ്കിലുമൊക്കെ 2-3 സൂറത്ത് കാണാതെ പഠിച്ചു, ദീന് പൂർണ്ണമായും മദ്രസ വിട്ടു പോവുകയാണ്. 10ാം ക്ലാസ് വരെ എത്താൻ ആരും നിൽക്കുന്നില്ല. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ നിൽക്കുന്നില്ല, ആൺകുട്ടികളും ഇപ്പോൾ കിട്ടുന്നില്ല. അവർ കൂടുതൽ പഠിക്കാൻ തയ്യാറാകുന്നില്ല. പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ അധ്യാപകരും മഹല്ല് കമ്മിറ്റിയും തയ്യാറാണ്. പക്ഷേ വിദ്യാർത്ഥികൾ ഒരു ടൈം എത്തുമ്പോൾ അവരതിൽ നിന്നും സൂചിപ്പിച്ചു പോവുകയാണ്. ഈ അവസരം ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ പെൺകുട്ടികൾ
ഇപ്പോൾ ഒരു 7ാം ക്ലാസ് വരെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മുതിർന്ന കുട്ടികളാവും. ആ മുതിർന്ന കുട്ടികളാവുമ്പോൾ അധ്യാപകരുടെ മുന്നിൽ വന്ന് നിൽക്കാൻ ചിലപ്പോൾ ലജ്ജയുണ്ടാവും. അല്ലെങ്കിൽ ആ ലജ്ജയെ നമുക്ക് ഇൻഷാ അല്ലാഹ് കമ്മിറ്റി ഒരു കഴിഞ്ഞ പ്രാവശ്യമേ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, മുതിർന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വനിതകളായ അധ്യാപകരെ നിയമിച്ചുകൊണ്ട് നമ്മൾ പുതിയ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി ആലോചിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അതും നമ്മുടെ പരിഗണനയിലുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതൽ സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ല് സംവിധാനങ്ങളുമെല്ലാം ഈ മദ്രസയുടെ സംവിധാനങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതിനും അതിനെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പേരൻസും അതുപോലെ വിദ്യാർത്ഥികളൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ളത്, നിങ്ങൾ ഈ പഠനം പാകതി വഴിയിൽ വെച്ച് നിർത്തി പോകരുത്. നിങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി എത്ര ത്യാഗം അനുഭവിച്ചാലും അത് പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിക്കണം. ഇത് പഠിച്ചത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഒരുപാടാണ്. കാര്യം ഞാൻ മുമ്പ് പറയുന്നതിൽ ഒരിക്കൽ കൂടി അത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വീട്ടിലൊരു മരണം വന്നാൽ ആ മരണത്തിന് ദുആ ചെയ്യാനും അല്ലെങ്കിൽ കുളിപ്പിക്കാനും അല്ലെങ്കിൽ അത് മറ്റു കാര്യങ്ങൾ ചെയ്യാനും പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരരുത്. നമ്മൾ തന്നെ ചെയ്യണം. നേരത്തെ സക്കീർ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ മദ്രസ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ, ഹൃദയത്തിന് ഉള്ളിൽ നിന്നും ഒരു സന്തോഷമുണ്ടായ ദിവസമാണ് ഈ റമദാന്റെ അവസാനത്തെ 10. നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾ, നമ്മുടെ അബ്ദുള്ളയും ആദിലും അതുപോലെ ബിലാലും ഒക്കെ ഇമാമത്ത് നിൽക്കാൻ അവർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ട് അവർ ഇമാമത്ത് നിൽക്കുമ്പോൾ, എത്രയും 100 കണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ അവർക്കൊരു ഇമാമത്ത് നിൽക്കാൻ വേണ്ടി നമ്മുടെ മക്കൾ നിൽക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. നമ്മുടെ മഹലിൽ നിന്നും ഇതുപോലെ വാർത്തെടുക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം റമദാൻ നമ്മളുടെ കൈകളിലാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഓരോ മഹലിലും നമ്മുടെ മദ്രസയിൽ പഠിച്ച ഹിഫ്ദ് പഠിച്ച വിദ്യാർത്ഥികൾ ഹാഫിളീങ്ങളായി നിൽക്കുന്ന ഒരു ഘട്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. പുറത്തു നിന്നാണ് നമ്മൾ ഒരുപാട് ഹാഫിളീങ്ങളെ കൊണ്ടുവരുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മഹലിൽ നിന്നുള്ള ആൾക്കാരെ നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ മഹല്ല് എന്ന് പറയുമ്പോൾ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കരമന ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന നമ്മുടെ ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികളെ നമ്മൾ നിർത്തിക്കൊണ്ട് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകും. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് നമുക്കറിയാം, ഇന്ന് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു മദ്രസ പ്രവേശന സംഗമം, ഈ ഉത്സവം എന്നൊക്കെ പറയുന്നതിനേക്കാൾ പ്രവേശ സംഗമം, ഈ സംഗമം നമ്മുടെ നടക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പഠനം അടുത്ത മുന്നോട്ട് റമദാൻ അത് ഉദ്ഘാടനം ചെയ്തു. ഇൻഷാ അല്ലാഹ് അവിടെ ഡിജിറ്റൽ സംവിധാനത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ആധുനിക സജ്ജീകരണയിലൂടെ ഇന്ന് എല്ലാ സംവിധാനങ്ങളും ഡിജിറ്റലിലാണ്. ഡിജിറ്റൽ സംവിധാനത്തിൽ അവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്, എല്ലാ വിദ്യാർത്ഥികളെയും 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഡിജിറ്റലിലൂടെ അക്ഷരങ്ങളും അതുപോലെ ഖുർആനും അല്ലെങ്കിൽ ഹദീസും ചരിത്രങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ സംവിധാനവുമായി ലൈബ്രറിയിൽ തുടങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ലൈബ്രറിയും അവിടെ നമുക്ക് തുടങ്ങാനുള്ള ഒരു ഉദ്ദേശം. ബാക്കിയുള്ള സജ്ജീകരണങ്ങളെല്ലാം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സ്പോൺസറും മറ്റു കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആധുനിക സജ്ജീകരണങ്ങളിൽ ചരിത്രം, ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കാൻ നമുക്കറിയാം, ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ചരിത്രങ്ങൾ, വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ചരിത്രങ്ങൾ. ഇന്ന് നമുക്കറിയാം, ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ തലയിൽ തൊപ്പിയും താടിയും അല്ലെങ്കിൽ തലയിൽ മക്കനയും മഫ്തയും ഒക്കെ അണിഞ്ഞുകൊണ്ടെന്ന് നമ്മൾ നടത്തുന്നുവെങ്കിൽ അതിൻ്റെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കറിയാം, നിരീശ്വരവാദം ഏറ്റവും കൂടുതൽ ഏത് കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ടീനേജ് മക്കൾ ഇന്ന് നിരീശ്വരവാദത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ ആരെന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ. എങ്കിലും ആരുടെയെങ്കിലും കുതന്ത്രങ്ങൾക്ക് അവരുടെ പിന്നിൽ പോയി അവർ പറയുന്നത് വിശ്വസിച്ച് അത് ചരിത്രമായി കണ്ട് അതെന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ പൈശാചിക ശക്തികൾ ആ മനസ്സിനെ കാർന്നെടുത്തുകൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ കുഞ്ഞു മക്കളോട് പറയുകയാണ്, ദീന് പൂർത്തിയായി പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞാൽ പോലും എനിക്ക് പഠിക്കണം, എനിക്ക് ഈ ദീന് പഠിച്ച് പൂർത്തിയാകണം, എനിക്ക് ഹിഫ്ദിലേക്ക് കടക്കണം, എനിക്ക് ഖുർആൻ പഠിക്കണം, ഖുർആന്റെ അർത്ഥം എനിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിന് ഒരുക്കി തരാനും അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്തു തരാനും ഈ പരിപാലന സമിതി
തയ്യാറാണ് എന്ന് കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ഇന്നത്തെ ഈ പ്രവേശന സംവിധാനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പ്രവേശനാരംഭ വേദിയിൽ കൃത്യമായ വാക്കുകളാൽ മദ്രസയുടെ പ്രവർത്തന വിശദീകരണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ചീഫ് ഇമാം മിഷാദ് റഷാദ് അവരുടെ അഡ്വക്കേറ്റ് നോഫൽ സാഹിബ് അവരുടെ ഈ വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതലായിട്ട് സംസാരിക്കാനുള്ള ആഗ്രഹിക്കുന്നില്ല, എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യം തന്നെയാണ് നമ്മുടെ സമയത്തെക്കുറിച്ച്, നമ്മുടെ സ്കൂൾ പഠനത്തിനെ കുറിച്ചുള്ള സമയത്തിനെ കുറിച്ചുള്ള അറിവാണ് ഞാൻ പറയുന്നത്. ഇനി എല്ലാ ദിവസവും 6:45 നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പം വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അവരോട് സഹകരിക്കണം. കാരണം അവർക്ക് ഒരു മണിക്കൂർ സമയം കിട്ടുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അവരെ വിളിച്ചോടാൻ പറ്റും. അതുമല്ല, ക്ലാസ്സുകളിൽ നിന്ന് വിളിച്ചോണ്ട് പോകുന്ന സമയത്ത് ഉസ്താദന്മാരോട് പറയാൻ പോലും ഒരു ഇത് കാണിക്കാതെ നിങ്ങൾ അവരെ വിളിച്ചോണ്ട് പോകുന്നത് വളരെ തെറ്റാണ്. സ്കൂളുകളിലാണെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. ഈ മദ്രസയിൽ എന്തും ആവാമെന്നുള്ള ഒരു പ്രവണതയാണ് നമ്മുടെ പേരൻസ് കാണിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് മാറ്റണം. അതുപോലെ തന്നെ ഇവിടെ ഉള്ള മുതിർന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഉടനെ തന്നെ സ്ത്രീകളെ വെച്ച് ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എല്ലാ മാസവും പ്രോത്സാഹന സമ്മാനം നടക്കുന്നത് അത് ഇൻഷാ അല്ലാഹ് അത് ഇനി തുടരുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ആൺകുട്ടികളാണ് കൂടുതലാണെങ്കിൽ അവർക്കൊരു സൈക്കിളും ഞാൻ വാഗ്ദാനം നൽകുന്നു. ഈ ജമാഅത്തിന് വേണ്ടി എൻ്റെ കുട്ടികൾ നല്ലപോലെ പഠിക്കണമെന്നും ഞാൻ ഈ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സഹോദരായ റഫീഖ് മോഹൻ പറയും. ഈ വന്ന എല്ലാവർക്കും ഇതിൻ്റെ ആശംസകൾ നടത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആൺകുട്ടികളാണ് കൂടുതലാണെങ്കിൽ സൈക്കിൾ, പെൺകുട്ടികളാണ് കൂടുതലാണ് ഡയമണ്ട് മോതിരം. പക്ഷെ പെട്ടെന്ന് വാങ്ങിക്കണം. ആശംസയാണ്. അഡ്വക്കേറ്റ് നോഫൽ സാഹിബ് അവരുടെ ഹൃദ്യമായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഒരു പ്രസംഗമൊന്നും നടത്തുന്നില്ല. നേരത്തെ ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും അതുപോലെ തന്നെ നിങ്ങളുടെ മദ്രസ കമ്മിറ്റി ചെയർമാനൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ റാങ്ക് വാങ്ങുന്നതിലുപരി നിങ്ങൾ അനുസരണമുള്ള മക്കളായി അള്ളാഹുവിനെ അനുസരിക്കുന്ന നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുന്ന, നിങ്ങളുടെ ഉമ്മയെയും വാപ്പയെയും അനുസരിക്കുന്ന, ഉസ്താദന്മാരെ അനുസരിക്കുന്ന പൊന്നുമക്കളായി നിങ്ങൾ വളരണം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന അറിവ് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ്. സ്വർഗം വരെ എത്തുന്ന അറിവുകളാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഉന്നത വിദ്യാഭ്യാസങ്ങൾ നേടുമ്പോൾ നമുക്കവിടെ സ്വർഗമോ നരകമോ, നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ ഉമ്മയോടും വാപ്പയോടും നമ്മുടെ സഹോദരങ്ങളോട് മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് ഒരു വിദ്യാഭ്യാസവും നമ്മളെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ഉസ്താദന്മാർ പഠിപ്പിക്കുന്നത് നമ്മുടെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിജയത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ പകർത്തിയാൽ
നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ജയിക്കുന്നവരാകും. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നില്ല, നിങ്ങൾ ഇന്ന് എത്ര പേർ സുബഹി നമസ്കരിക്കുന്നത് ചോദിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നിന്ന് പകർന്നു കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നമ്മളെ കണ്ട് നമ്മുടെ മറ്റു സഹോദരങ്ങൾ, നിങ്ങൾ സ്കൂളുകളിൽ പോകുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ സ്കൂളിൽ പോകുന്ന മക്കൾ ളുഹർ നമസ്കരിക്കണം, സ്കൂളിൽ വെച്ച് തന്നെ നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിന്ന് നമസ്കരിക്കണം. അപ്പോൾ കൂടെയുള്ള നിങ്ങളുടെ കൂട്ടുകാർ ചോദിക്കും, എന്താണ് നമസ്കാരം എന്ന് ചോദിക്കും. നിങ്ങളുടെ അധ്യാപകർ ചോദിക്കും. ഒരു സ്കൂളിലും നിങ്ങളുടെ നമസ്കാരത്തിനെ തടസ്സപ്പെടുത്തുകയില്ല. നിങ്ങളുടെ ഉസ്താദന്മാർ പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ കർത്തവ്യം നമസ്കാരമാണ്. ഉസ്താദന്മാർ പഠിപ്പിച്ചു തന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ ളുഹർ നമസ്കാരം നിങ്ങൾ ഒരു കാരണവശാലും ഖളാ ആക്കരുത്. നിങ്ങൾ സ്കൂളിൽ തന്നെ നമസ്കരിക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ആ ഒരു വേഷവിധാനമായിരിക്കും നമ്മൾ ധരിക്കേണ്ടത്. നമസ്കരിക്കേണ്ടുന്ന വേഷവിധാനം എന്തായിരിക്കണം? അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വേഷവും. ഒരുപക്ഷെ പല സ്കൂളുകളിലും അത് സംവിധാനമില്ല എങ്കിൽ അത് നിങ്ങളുടെ ബാഗിൽ കരുതിയിരിക്കണം. അങ്ങനെ മാതൃകാപരമായ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് വിജയിക്കുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള മക്കളായി നമ്മുടെ ഈ മക്കളെയെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. ഈ മദ്രസ കെട്ടിപ്പടുക്കുന്നതിലേക്ക് വേണ്ടി പരിശ്രമിച്ച ഒരുപാട് മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ ഇന്ന് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കെല്ലാം എല്ലാവിധ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെപ്പോലെ ഇതുപോലെ ഇരുന്നവരാണ് ഈ ഇരിക്കുന്ന ഞങ്ങളെല്ലാം. ഈ മദ്രസയ്ക്ക് വേണ്ടി മദ്രസയിൽ പഠിച്ച് നേരത്തെ നിങ്ങളെ ചെയർമാൻ പറഞ്ഞതുപോലെ സക്കീർ 10ാം ക്ലാസ് വരെ പഠിച്ചു. ഞാൻ 9ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസിഡന്റും 7, 8, 9 വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് ക്ലാസ്സുകൾ പഠിച്ചു. പക്ഷേ സക്കീർ 10ാം ക്ലാസ് വരെ പഠിച്ചു. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള പഠനങ്ങൾ ഇന്ന് ഞാൻ ഈ സംസാരിക്കാനുള്ള എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ ഈ പള്ളിയും എൻ്റെ ഈ ജമാഅത്തും എൻ്റെ ഈ മദ്രസയുമാണ്. ഏതൊരു രീതിയിലും സംസാരിക്കുവാൻ മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ ഈ ദുആ ചെയ്യുമ്പോൾ ആമീൻ നിർബന്ധമായി പറയണം. അല്ലാഹു സുബ്ഹാനഹു തആല നാളെ ഈ മഹല്ലിന് നേതൃത്വം നൽകുന്ന, ഈ നാടിന് നേതൃത്വം നൽകുന്ന രാജ്യത്തിന്റെ ഉത്തമ പൗരന്മാരായി നമ്മുടെ മക്കളെയും ഈ സമൂഹത്തെയും ഈ തലമുറയെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ കുട്ടികൾ ഒരിക്കലും മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന, അവരെ സംരക്ഷിക്കാതെ പെരുവഴിയിലാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. കേരളത്തിൽ വൃദ്ധസദനങ്ങളുടെ കണക്ക് നമ്മൾ എടുക്കുക, ഏറ്റവും കൂടുതൽ തന്നെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്തിന്റെ ഫലമായി സംഭവിച്ചതാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് അത്തരം അത്ഭുതകരമായ സംഭവ വികാസങ്ങൾ സംഭവിക്കുന്നത്. ഏകദേശം 14 വർഷം മുമ്പ് സൗദി അറേബ്യയിലെ അൽ ഖസീം പ്രവിശ്യയിൽ അവിടെ ഒരു 40 വർഷത്തോളം ഒരുമായ മകൻ പൊന്നുപോലെ നോക്കി. അവന്മാർക്ക് 2 മക്കളാണുള്ളത്, 2 ആൺമക്കൾ. 30 വയസ്സ് പ്രായം മുതൽ ഏകദേശം 70 വയസ്സ് വരെ 40 വർഷക്കാലം എനിക്ക് കൂടി, നമ്മുടെ ഉമ്മായ നോക്കാൻ എനിക്ക് കൂടി ഒരു അവസരം തരണം. ജ്യേഷ്ഠൻ പറഞ്ഞു, പറ്റില്ല, ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. അവസാനം ഉമ്മായ നോക്കുന്നതിന് വേണ്ടി, തന്റെ അവകാശം അതിന് ലഭിക്കുന്നതിന് വേണ്ടി ഈ 2ാമത്തെ മകൻ കോടതിയെ സമീപിച്ചു. സൗദി അറേബ്യയിലെ കോടതിയെ സമീപിച്ചു. കേസ് കൊടുത്തത് ഉമ്മായുടെ അനന്തര സ്വത്ത് കിട്ടുന്നതിന് വേണ്ടിയല്ല, ഉമ്മായെ പൊന്നുപോലെ സംരക്ഷിക്കാൻ ജ്യേഷ്ഠനിൽ നിന്ന് എനിക്ക് ഉമ്മായെ വിട്ടുതരണം എന്നതിനാണ് ഈ മകൻ, 2ാമത്തെ സഹോദരൻ, ഉമ്മയുടെ 2ാമത്തെ മകൻ കേസ് കൊടുക്കുന്നത്. കോടതിയിൽ ഈ 2 മക്കളെയും ഉമ്മയെയും ഹാജരാക്കി. ഉമ്മയോട് ചോദിച്ചു, ഏത് മകനോടൊപ്പം പോകാനാണ് നിങ്ങൾക്ക് താല്പര്യം? നിങ്ങളെ 40 വർഷക്കാലം
പൊന്നുപോലെ നോക്കിയ മൂത്ത മകനോടൊപ്പമാണോ നിങ്ങൾക്ക് പോകേണ്ടത്? അതല്ല, ഇതുവരെയും നോക്കാൻ അവസരം കിട്ടാത്ത രണ്ടാമത്തെ മകനോടൊപ്പമാണോ പോകേണ്ടത്? അപ്പോ ആ ഉമ്മ പറഞ്ഞ മറുപടിയാണ് വളരെ വിചിത്രമായ മറുപടി. എന്റെ ഈ രണ്ടു മക്കള് എന്റെ രണ്ട് കണ്ണുകൾ പോലെയാണ്. എന്റെ ഈ രണ്ട് മക്കൾ എന്റെ രണ്ട് കണ്ണുകൾ പോലെയാണ്. നമുക്കറിയാം, നമ്മുടെ രണ്ട് കണ്ണുകൾക്കും പ്രസക്തിയുണ്ട്, ഒരു കണ്ണിന് മാത്രമല്ല. അവിടെ തന്റെ നീതിയോടെയുള്ള വർത്തമാനം മക്കളുടെ വിഷയത്തിൽ ആ ഉമ്മ പറയുകയാണ്. പിന്നീട് കോടതി ഒരു വിധി വിധിച്ചു. ഈ മൂത്ത സഹോദരൻ ഏകദേശം 70 വയസ്സ് പ്രായമെത്തി. അപ്പോഴും ഈ ഉമ്മയെ, 100 വയസ്സടുത്ത് പ്രായമുള്ള ഉമ്മയെ പൊന്നുപോലെ നോക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. ഇനി അനിയൻ നോക്കട്ടെ, സഹോദരൻ നോക്കട്ടെ എന്നതാണ് കോടതി വിധിച്ചത്. ആ സമയത്ത് ഈ മൂത്ത സഹോദരൻ കോടതിയിൽ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. ജഡ്ജി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മ എന്റെ സ്വർഗമാണ്, എന്റെ ഉമ്മ എന്റെ സ്വർഗമാണ്. ആ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ട അനുഭവമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് ആർക്കാണ് പറയാൻ സാധിക്കുക? ആർക്കാണ് ഇങ്ങനെ ഹൃദയത്തിൽ വേദന തോന്നുക? ഉമ്മായെ നോക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കുക. ഉമ്മായെ നോക്കാത്ത മക്കളുള്ളൊരു ലോകത്ത് ഉമ്മായെ നോക്കുന്നതിന് വേണ്ടി എനിക്ക് അവസരം തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുക. അങ്ങനെ കോടതിയുടെ വിധി വരുമ്പോൾ തനിക്ക് അതിന്റെ അവസരം നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ ആശ്വസിക്കാതെ അങ്ങേയറ്റം വിതുമ്പലോടുകൂടി പൊട്ടിക്കരയുക. ഈ മനോഭാവം ആർക്കാണ് വെച്ച് ഹൃദയത്തിലേക്ക് ഇറങ്ങിയ അദബും മര്യാദയും ഒക്കെ അടിസ്ഥാനപരമായി തന്നെ ആർജിച്ചെടുത്ത ആളുകൾക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഈ മദ്രസകളിലൂടെ നമുക്ക് നേടിത്തരുന്ന അറിവ് എന്നത് അദബ് കലർന്ന അറിവാണ്. ഇത് ഇവിടെയല്ലാതെ വേറൊന്നും ലഭിക്കുകയില്ല. പെടുന്ന ഒരുതരം ആത്മീയമായ അറിവുണ്ട്. അത് അവരുടെ ജീവിതത്തിന്റെ വഴികളിൽ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അത് ഗുണപ്പെടുകയും ഉപകാരപ്പെടുകയും പ്രയോജനം ചെയ്യപ്പെടുകയും ചെയ്യും, തീർച്ചയാണ്. അതുകൊണ്ട് ഒന്ന്, ഇത്തരം വിദ്യാഭ്യാസത്തോട് നാം വിമുഖത കാണിക്കാതെ ഇതിനോട് മതിപ്പുണ്ടാവുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. ചരിത്രബോധമില്ലാത്ത സാധാരണക്കാരനായ മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ നിന്റെ ആയുസ്സിന്റെ പകുതിയും പാഴായി, നിന്റെ ആയുസ്സിന്റെ പകുതിയും നഷ്ടപ്പെട്ടു പോയി. സയൻസ് അറിയാത്ത നീയോ, ചരിത്രമറിയാത്ത നീയോ, ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നീ ഒന്നുമല്ല, നിനക്ക് നിന്റെ ആയുസ്സിന്റെ പകുതിയും വേസ്റ്റാണ്. ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോ അതിശക്തമായ കാറ്റും കോണും വരാൻ തുടങ്ങി. ഈ തോണി ആടിയുലയാൻ തുടങ്ങി. ഒരുപക്ഷെ ശക്തമായ ഈ കാറ്റിൽ തോണി മറിഞ്ഞ് അപകടം സംഭവിക്കുമോ എന്ന ഘട്ടമെത്തിയപ്പോ അതുവരെ നിശബ്ദനായിരുന്ന തോണിക്കാരൻ ഈ വലിയ അറിവാളി ചമഞ്ഞ യാത്രികനോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് നീന്തൽ അറിയുമോ? അദ്ദേഹം പറഞ്ഞു, അയ്യോ, എനിക്ക് നീന്തൽ അറിയില്ല, എനിക്ക് നീന്തൽ അറിയില്ല. അപ്പൊ തോണിക്കാരൻ ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, നിങ്ങൾക്ക് നീന്തൽ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ആയുസ് മുഴുവനും പാഴായിപ്പോയി, നിങ്ങളുടെ ജീവൻ ഒരു പക്ഷേ ഇവിടെ നഷ്ടപ്പെട്ടേക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ജീവൻ പ്രധാനമാണ് അറിവ് എന്നത്. അഥവാ നാം ഇവിടെ ഈ മദ്രസകളിലൂടെ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു നൽകുന്ന അദബ് ചേർന്ന അറിവ് എന്നത് ജീവൽ പ്രധാനമായ അറിവാണ്. ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ ഉപകരിക്കേണ്ട അറിവ്. നമ്മുടെ മദ്രസയ്ക്ക് പോലും പേരിട്ടിരിക്കുന്നത് നമ്മുടെ പൂർവികരായ ആളുകളുടെ ദീർഘദർശിത്വമാണ് അത് വിളിച്ചോതുന്നത്. ഹയാത്തുൽ ഇസ്ലാം,
അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നത് ഒരു പ്രവാചക വചനമാണ്. ഹയാത്തുൽ ഇസ്ലാം എന്നത് ഇസ്ലാമിന്റെ ജീവൻ എന്നതാണ്. ഇസ്ലാമിന്റെ ജീവൻ എന്നതാണ്. ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ ദീൻ നിലനിൽക്കണമെങ്കിൽ, ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അറിവ് വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ ഈ അറിവ് ഇല്ലാത്ത വ്യക്തി വെറും പേക്കോലമായിരിക്കും. അയാൾക്ക് ഉള്ളടക്കമുണ്ടാവുകയില്ല. അറിവിന്റെ, അതപിന്റെ, മര്യാദയുടെ, സംസ്കാരത്തിന്റെ ഉള്ളടക്കമുണ്ടാവുകയില്ല. അത് കുടുംബത്തിലും അങ്ങനെ തന്നെ. മദ്രസയുടെ പേര് പോലെ ഈ മദ്രസയിൽ പഠിക്കുന്ന ഓരോ കുട്ടികളും ഈ ഇസ്ലാമിന്റെ ഏറ്റവും ജീവൻ പ്രധാനമായിട്ടുള്ള ഒന്നായി ഈ മദ്രസ വിദ്യാഭ്യാസത്തെ കരുതിക്കൊണ്ട് നമ്മുടെ ഓരോ മക്കളെയും വാർത്തെടുക്കാനും അവരെ പഠിപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. കരമന മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരിപാലക സമിതി വളരെ ആവേശപൂർവ്വം ഈ മദ്രസ സംവിധാനത്തിന്റെ അഭ്യുന്നതയ്ക്കും അതിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പഠിക്കാൻ തയ്യാറാകുന്ന മക്കളെ എത്ര വേണമെങ്കിലും പല സമയത്തും പഠിപ്പിക്കാൻ സജ്ജരായിട്ടുള്ള സമർപ്പിതരായ അധ്യാപകരും നമുക്കുള്ളപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ മുടക്കം കൂടാതെ പറഞ്ഞു വിടുക എന്നതാണ് പ്രധാനം. ഈ മദ്രസ വിദ്യാഭ്യാസം എന്നത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ആഴ്ചയിൽ പറഞ്ഞു വിട്ടാൽ പറ്റില്ല. കൃത്യമായി ഒരാഴ്ചയിൽ എത്ര ക്ലാസ് ഉണ്ടോ ആ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുക. ഒരു മാസത്തിൽ എത്രയാണോ അതിൽ പങ്കെടുപ്പിക്കുക. ആബ്സെന്റ് ആവാതെ പരമാവധി നമ്മുടെ മക്കളെ മദ്രസകളിലേക്ക് പറഞ്ഞു വിട്ടാൽ അവരുടെ ജീവിതത്തിൽ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പുരോഗതി, ഒരു അറിവിന്റെ ഉയർച്ച നമ്മുടെ മക്കൾക്ക് കൈവരും. സ്കൂളിൽ നിരന്തരമായി ശ്രദ്ധയൂന്നി പഠിക്കുകയും പഠിപ്പിക്കുകയും ആ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കളിൽ പഠന പുരോഗതി ഉണ്ടാകുന്നതെങ്കിൽ അതേ ശ്രദ്ധ നമ്മൾ ഇപ്പുറത്തുകൂടി കൊടുത്തു നോക്കൂ. നമ്മുടെ മക്കൾ തിളങ്ങുന്നവരായി മാറും. അവര് സംസ്കാര സമ്പന്നരായി മാറും. അവരുടെ നാവുകളിൽ നിന്ന് നമ്മൾ കേൾക്കാൻ കൊതിക്കുന്നത് മാത്രം നമ്മൾ കേൾക്കും. അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മാത്രമായിരിക്കും നമ്മൾ കാണുക. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഈ മദ്രസ വിദ്യാഭ്യാസത്തെ കാണുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ സ്വലാഹിയത്തുള്ളവരാക്കി വളർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരമന മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ, ശക്തിപ്പെടുത്തുമാറാകട്ടെ. ഈ മഹല്ലിനെ അള്ളാഹു ഉത്തരോത്തരം ഉയർത്തുകയും മാതൃകാ മഹല്ലായി പരിവർത്തിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് വെക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പാപ്പനംകോട് മസ്ജിദിൻ്റെ ചീഫ് ഇമാം, ഈ വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് A.M.K. നൗഫൽ, മറ്റ് മദ്രസ അധ്യാപകർ, ഈ ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഷാവുൽ ഹമീദ് സാഹിബ്, സെക്രട്ടറി OSIT റൂബി സാഹിബ്, മറ്റ് വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, മുൻ വിദ്യാർത്ഥികളും ഈ മദ്രസയുടെ ചെയർമാൻ M.A. സക്കീർ സാഹിബ്, മുൻ ജനറൽ സെക്രട്ടറി, അധ്യാപകർ, ഈ രക്ഷകർത്താക്കൾ, മുൻ വിദ്യാർത്ഥികൾ, പുതിയതായിട്ട് വന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അറിവു കേട്ട സ്വർഗമാണു മദ്രസ, അവിടെ ചെന്നിരുന്ന കാലമോർക്കുമ്പോഴും രസ. അധർമ്മം വിട്ട് അറിവിൻ വെട്ടം കാട്ടിത്തന്നു മദ്രസ, അതിരുകളില്ലാത്തതാണു മദ്രസയുടെ പോരിശ. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തീർത്ഥ സ്ഥാപനം, ചേലിലുതുത്ത് ആകെ പടുത്ത് ഇന്നതനേക്കായിരം. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തീർത്ഥ സ്ഥാപനം, ചേലിലുതുത്ത് ആകെ പടുത്ത് ഇന്നതനേക്കായിരം. സ്വർഗമന്ദിരങ്ങൾ പോലെ രംഗുമീ കലാലയം,
സർവനന്മകൾ വിരിഞ്ഞ ഇവിടമെത്ര സുന്ദരം. അതബ് തൊട്ട അറിവ് കേട്ട സ്വർഗമാണു മദ്രസ. അവിടെ ചെന്നിരുന്ന കാലം ഓർക്കുമ്പോഴും തീരസ. അധർമ്മം വിട്ട് അറിവിൻ വെട്ടം കാട്ടി തന്നു മദ്രസ. അതിരുകളില്ലാത്തതാണ് ഇരുന്ന കാലം ഓർക്കുമ്പോഴും തീരസ. അധർമ്മം വിട്ട് അറിവിൻ വെട്ടം കാട്ടി തന്നു മദ്രസ. അതിരുകളില്ലാത്തതാണ് മദ്രസയുടെ. മക്കൾ ചെയ്യുന്ന ഇബാദത്തുകൾ മാതാപിതാക്കൾക്ക് രേഖപ്പെടുത്തുമെന്ന് മുഹദ്ദിസുകൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വർഗത്തെ പറ്റി പരിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിച്ച ഒരു വാക്കാണ് ബുഷ്റ എന്ന് പറയുന്നത്, സന്തോഷ വാർത്ത. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കർമ്മന ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ 2026-27 പ്രവേശനാരംഭത്തിന്റെ ഈ പരിപാടിയിൽ രക്ഷകർത്താക്കളായ നമ്മളിവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന നമ്മുടെ കർമ്മന ഹയാത്തുൽ ഇസ്ലാം, കുഞ്ചാലിമൂട് ഹയാത്തുൽ ഇസ്ലാം, പാപ്പനംകോട് പൂജപ്പുര ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ കുറച്ച് രക്ഷകർത്താക്കൾ മാത്രമാണ് ഈ പരിപാടിയിൽ സംഗമിച്ചിട്ടുള്ളത്. എന്റെ ഉമ്മമാര്, എന്റെ ഉപ്പമാര് ശ്രദ്ധിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്, നിങ്ങളുടെ മക്കള് 1-1.25 മണിക്കൂറേ ഉസ്താദന്മാരുടെ കയ്യിൽ കിട്ടുകയുള്ളൂ. ബാക്കി 23 മണിക്കൂർ അല്ലെങ്കിൽ 22.25 മണിക്കൂർ നിങ്ങളുടെ കയ്യിലാണ്. ഉസ്താദന്മാര് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അത് മക്കൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് കൃത്യമായ വീക്ഷണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഭൂമിയിലെ സ്വർഗങ്ങളാണ് നമ്മുടെ സന്താനങ്ങൾ. ആ സന്താനങ്ങളിലൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കും. ഇതിന്റെ ഒരു മറുവശമുണ്ട്. ഭൂമിയിലെ നരകങ്ങളാണ് നമ്മുടെ സന്താനങ്ങൾ. അവരിലൂടെ നരകത്തിലേക്ക് വളരെ വേഗത്തിൽ എത്താനും സാധിക്കും. ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധമായ ഖുർആന്റെ വ്യക്തമായ അധ്യാപനമാണ്. പരിശുദ്ധമായ ഖുർആൻ മക്കളെ സംബന്ധിച്ച് കൺകുളിർമ എന്ന് പറഞ്ഞിട്ടുണ്ട്, കൺകുളിർമ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് മക്കളെ സംബന്ധിച്ച് പറഞ്ഞത് ഫിത്ന എന്നാണ്, നാശമെന്നാണ്, പരീക്ഷണം എന്നാണ്. അപ്പൊ നമ്മളുടെ മക്കൾ നമ്മളുടെ ജീവിതത്തിലെ സ്വർഗങ്ങളാണോ നരകങ്ങളാകണോ എന്ന് ചിന്തിക്കാനുള്ള വലിയൊരു അവസരമാണ്. ഇന്ന് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സുകൾ, പിന്നെ 1 മാസം നീണ്ടു നിന്ന പരീക്ഷകള് എല്ലാം ഇന്ന് കുട്ടികൾ വലിയൊരു ഭാരം ഇറക്കി വളരെ സന്തോഷത്തോടെ 2 മാസം കുട്ടികൾക്ക് കിട്ടുകയാണ്. അവിടെ രണ്ടും വളരെ വിനയത്തോടു കൂടി അറിയിക്കുകയാണ്. കരമന ഹയാത്തുൽ ഇസ്ലാം മദ്രസ അധ്യാപകർ, ഉസ്താദന്മാർ ഇവിടെ സജീവമാണ്. അവർ പഠിപ്പിക്കാൻ, ഏത് സമയത്തും പഠിപ്പിക്കാൻ അവർ സന്നദ്ധരാണ്. കുട്ടികളായ നിങ്ങൾ വരണം, നിങ്ങളുടെ മക്കളെ നിങ്ങൾ മദ്രസയിലേക്ക് പറഞ്ഞു വിടണമെന്ന് വളരെ വിനയത്തോടു കൂടി അറിയിക്കുകയാണ്. സമയത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നേരത്തെ 6:45 തുടങ്ങി 8:45 ഫസ്റ്റ് ഷിഫ്റ്റ് ക്ലാസ്. ഉസ്താദന്മാരുടെ അനുവാദം പോലും ഇല്ലാതെ ചില രക്ഷകർത്താക്കൾ വന്ന് നിസ്കരിക്കടാ പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ നമ്മുടെ മക്കൾ നമസ്കരിക്കില്ല. ആദ്യമൊക്കെ ചെറുതായപ്പോൾ നമ്മളെ പേടിച്ച് ഒരുപക്ഷെ അവർ നമസ്കരിച്ചെന്ന് വരും, ഒരുപക്ഷെ പേടിച്ചവർ ഒരുപക്ഷെ അവരെന്ന് പഠിച്ചെന്ന് വരും. കുറച്ചു കഴിയുമ്പോൾ തിരിച്ചു പറയാനുള്ള ഒരു ശേഷിയാണ് വരുമ്പോൾ തിരിച്ച് നമ്മുടെ മക്കൾ ചോദിക്കും. ഒരിക്കലും നമ്മൾ പറയുകയില്ല. നമ്മൾ ഈ 100 രൂപ മാസം പരമ്പര നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതിന്റെ പേരിൽ ഒരു ഹദിയ മദ്രസ സംവിധാനം നല്ല ഭംഗിയായി നിർവഹിക്കാൻ 100 രൂപ നൽകാൻ വേണ്ടി നിശ്ചയിച്ചത് 100 രൂപ കൊടുത്തില്ല എങ്കിൽ പഠന നമ്പർ 100 രൂപ പേരും 10,000 നമ്മളെ കൊണ്ട് ചെലവാക്കും. അപ്പൊ അതുകൊണ്ട് വളരെ തുച്ഛമായ ഒരു 100 രൂപ. അതുകൊണ്ട് നമ്മളുടെ സമ്പത്ത് ഒരിക്കലും പറയുകയില്ല.
ഒരിക്കലും നമ്മുടെ സമ്പത്ത് പറയുമാറാകട്ടെ. അതേപോലെ നമ്മുടെ കരമന ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾക്ക് ഒരു ഡ്രസ് കോഡ് നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ യൂണിഫോം അടിച്ചു നൽകിയിരുന്നു. ആൺകുട്ടികളുടെ യൂണിഫോം ജുബായും പാൻറ്റുമാണ്, അല്ലെങ്കിൽ പൈജാമയും ജുബായും, കുട്ടികളും കളർ പാൻറ്റും ജുബായും ഇട്ടുകൊണ്ട് വരാൻ, കൂട്ടത്തില് തൊപ്പിയും വെച്ചുകൊണ്ട് വരണം. പല കുട്ടികളും ആൺകുട്ടികളെ വളരെ ഫാഷൻ രീതിയിൽ മുടി വെട്ടാതെ വളരെ സ്റ്റൈലില് നമ്മുടെ മദ്രസയിൽ വരാറുണ്ട്. എൻ്റെ കുഞ്ഞു മക്കളോട് എനിക്ക് പറയാനുള്ളത്, അവിടെ രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, കൃത്യമായി ഒരേ അളവിൽ മുടി വെട്ടിയില്ലെങ്കിൽ നമ്മുടെ നമസ്കാരം പോലും സ്വീകരിക്കുകയില്ല എന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ മുടി വെട്ടിയിട്ട് ആണായി ജീവിക്കട്ടെ, പെണ്ണായി ജീവിക്കട്ടെ. ആണിനെ എന്തിനാ പെണ്ണിനെ പോലെ വളർത്തുന്നത്? ആ രീതിയിൽ ഒരു ചിട്ടയോടുകൂടി മക്കളെ വളർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഒരു ID കാർഡ് നമ്മൾ കഴിഞ്ഞ വർഷം പോലെ പെൺകുട്ടികളുടെ യൂണിഫോം പർദായും മഫ്തയുമാണ്. നമ്മൾ മക്കനെ ഇട്ടുകൊണ്ട് വരുമ്പോൾ നെഞ്ചൊക്കെ മറയുന്ന മക്കനെ ഇട്ടാണ് മക്കള് മദ്രസയിലേക്ക് പോകുന്നത് എന്ന് ഉസ്താദല്ല പറയാതെ രക്ഷകർത്താക്കളായി നിങ്ങളെ ശ്രദ്ധിക്കാനുള്ളത്. എന്റെ മക്കൾ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ടാണോ, നെഞ്ചെല്ലാം മറച്ചാണോ മദ്രസയിലേക്ക് പോകുന്നത് എന്ന് രക്ഷകർത്താക്കളായി നിങ്ങൾ സൂക്ഷിക്കണമെന്ന് സാഹചര്യത്തിൽ ഉണർത്തുകയാണ്. അതേപോലെ ഈ വെക്കേഷൻ സമയത്ത് ഒരു 40 ദിവസത്തെ ഒരു ഖുർആൻ ബേസിക് ക്ലാസ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അസ്ർ ടു ഇശ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി സദർ മുഅല്ലിമിനോ അല്ലെങ്കിൽ ഓഫീസുമായോ ബന്ധപ്പെടണമെന്ന് അറിയിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നന്മയായ കാര്യങ്ങളിലും പങ്കാളികളാകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മദീന നൽകിയ മുസ്തഫ സാഹിബ് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ സമയത്തും പ്രവേശനാനന്ദ പരിപാടിയിൽ നമ്മുടെ മക്കൾക്ക് മധുരം നൽകുന്നതും അതേപോലെ മറ്റു പല പരിപാടികൾക്ക് മധുരം നൽകുന്നത് ബഹുമാനപ്പെട്ട മുസ്തഫ സാഹിബ് അവറുകളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അദ്ദേഹത്തിന്റെ സമ്പത്തിൽ മഈശത്തിൽ അല്ലാഹു തആല അടുത്തതായി 6ാം ക്ലാസ് ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥി മുഹമ്മദ് റയ്യാൻ സമ്മാനം നൽകുന്നതിന് വേണ്ടി ജമാഅത്ത് പ്രസിഡന്റ് MA ജലീൽ സാഹിബിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഐസാൻ മുഹമ്മദ്. അടുത്തതായി 6ലെ വിദ്യാർത്ഥി ഐസാൻ മുഹമ്മദ്. ആദി മുഹമ്മദ് സമ്മാനം നൽകുന്നതിന് വേണ്ടി ജമാഅത്തെ കരുത്തനായ ഇമാം അൽ ഹാഫിദ് മുസാദ് റഷാദ് അവരുടെ ക്ഷണിക്കുന്നു. ചെറിയ കൈയടക്കുകയാണോ? തുച്ഛമായ ദിവസമേ വന്നതെങ്കിലും വീട്ടിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് സ്റ്റേറ്റിൽ A+ വാങ്ങിയ വിദ്യാർത്ഥിനിയാണ് റഫീസുത്തുൽ മിന്നത്ത്. നല്ലൊരു കൈയ്യടുക. വളരെ തുച്ഛമായ സമയത്ത് 5:30ക്കാണ് വരുന്നെങ്കിൽ ആ 4 മണിക്കൂർ മദ്രസയിൽ വന്ന് പഠിച്ചാണ് ഈ വിദ്യാർത്ഥി എല്ലാ വിഷയത്തിനും A+ വാങ്ങിയത്. സമ്മാനം നൽകുന്നതിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. SCD 1 ആസിയ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ സമാനം നൽകുന്നതിനാണ് ജിയാദുൽ ക്ഷണിക്കുന്നു. 2ലെ ബർസ നിയാസി
സമ്മാനം നൽകുന്നതിന് വേണ്ടി അൻഷാദ് ഓർമ്മിപ്പിക്കുന്നു. മുഹമ്മദ് അയ്യാൻ വേണ്ടി ജമാഅത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കും. അതേപോലെ SCD 1 റിയാൻ മുഹമ്മദ് അടുത്ത പ്രിയപ്പെട്ട മദ്രസ UKG മുഹമ്മദ് സാഹിദ് SCD 3 മുഹമ്മദ് സാഹിദ്. അതിന് മുന്നോടിയായി ഞാൻ വിട്ടുപോയ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ 2 അധ്യാപകർ, ഒന്ന് നമ്മുടെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഇസ്ഹാഖ് نبينا صلى